കഥാപാത്രത്തിന് വേണ്ടി ഏത് പരീക്ഷണങ്ങളും തയ്യാറാകുന്ന ചുരുക്കം ചില അഭിനേതാക്കൾ മാത്രമേ മലയാളത്തിലുള്ളൂ. അവരിൽ ജനപ്രിയരായ രണ്ടുപേരാണ് ഉർവശിയും ദിലീപും. പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് മാത്രമാണ് ഇരുവരും സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ നോക്കാറുള്ളൂ. ഇപ്പോഴിതാ അഭിനേതാവ് എന്ന രീതിയിൽ ദിലീപിനോട് തനിക്ക് വ്യക്തിപരമായി അല്പം ഇഷ്ടം കൂടുതലാണുള്ളത്. പിന്നിലെ കാരണം വെളിപ്പെടുത്തുകയാണ് ഉർവശി. ഓരോ ക്യാരക്ടറിനെയും സിമത്തറ്റിക്കായി ദിലീപ് അവതരിപ്പിക്കാറില്ലെന്നും കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് അഭിനയിക്കാറുള്ളതെന്നും ഉർവശി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മുകേഷിനും ഗണേഷ് കുമാറിനും ഒപ്പം കാക്കത്തൊള്ളായിരം എന്നൊരു സിനിമയിൽ ഉർവശി അഭിനയിച്ചിരുന്നു. ബുദ്ധി വളർച്ച കുറഞ്ഞ പെൺകുട്ടിയുടെ റോളിലാണ് ഉർവശി അവതരിക്കപ്പെട്ടത്. മുകേഷ് ആയിരുന്നു ഉർവശി ചേട്ടനായി അഭിനയിച്ചത്. ഈ സിനിമയിൽ കുറിച്ചും രേവതി എന്ന കഥാപാത്രത്തെക്കുറിച്ചും ചോദിച്ചപ്പോഴാണ് ഉർവശി ദിലീപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. കാക്കത്തൊള്ളായിരം എന്ന സിനിമയിൽ ഓട്ടിസം ബാധിച്ച പെൺകുട്ടിയുടെ കഥയാണ്. അത് പെർഫോം ചെയ്തപ്പോൾ അതിന്റെ നല്ല വശമായി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത്തരം കുട്ടികൾക്ക് അമ്മമാർക്ക് വേദന തോന്നാത്ത വിധത്തിലാണ് ഞാൻ സിനിമ ചെയ്തത്. എനിക്ക് ദിലീപിനുള്ള പേഴ്സണൽ ഇഷ്ടം അതാണ്. ഒരു ക്യാരക്ടറിനെ സിന്തറ്റിക്കായി അല്ല ചെയ്യല്ല. കുഞ്ഞിക്കുണൻ എന്ന കഥാപാത്രം ഏറ്റവും സുന്ദരമായി ഭാവിച്ചിട്ടുള്ളതാണ്. ചാന്തുപൊട്ടത്തിൽ രാധയും വളരെ പോസിറ്റീവാണ് ദിലീപ് അഭിനയിച്ചത്. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. മുച്ചുണ്ടുള്ള ഒരു കഥാപാത്രം സൗണ്ട് തോമയിലും ദിലീപ് ചെയ്തിരുന്നു.